മലയാളത്തിൽ ചില അഭിനേതാക്കളുണ്ട്. ഒരു സിനിമയിൽ മാത്രമാകും അവർ അഭിനയിച്ചിട്ടുണ്ടാവുക. എന്നാൽ ആ കഥാപാത്രത്തിലൂടെ എല്ലാ കാലവും പ്രേക്ഷകർ അവരെ ഓർത്തിരിക്കുകയും ചെയ്യും. നായകനായും നായികയായും അരങ്ങേറ്റം കുറിക്കുകയും എന്നാൽ പിന്നീട് സിനിമകളിൽ അഭിനയിക്കാതെ ഇരുന്നവരും നിരവധി പേർ ഉണ്ട്. കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ പ്രിയം എന്ന സിനിമയിലെ നായിക ദീപ നായർ വളരെ പ്രേക്ഷക ശ്രദ്ധ നേടിയെങ്കിലും പിന്നീട് സിനിമകളിൽ ഒന്നും അഭിനയിച്ചില്ല. എന്നാൽ സിനിമയിലെ ആനി എന്ന നായിക കഥാപാത്രങ്ങളിലൂടെയും മനോഹരമായ ഗാനങ്ങളിലൂടെയും നടി ഇപ്പോഴും പ്രേക്ഷക മനസ്സുകളിൽ നിലനിൽക്കുന്നുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ നായികയായി എത്തിയ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി എന്ന സിനിമയിൽ നായികയായി എത്തിയ നടി ഗായത്രി രഘുറാമും പിന്നീട് മലയാള സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല. അശ്വതി എന്നായിരുന്നു സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര്. അത്തരത്തിൽ നിരവധി നായികമാർ മലയാള സിനിമയിൽ ഉണ്ട്. അക്കൂട്ടത്തിൽ ഒരു നടിയാണ് വലിയ വിജയം നേടിയ പകൽപ്പൂരം എന്ന ഹൊറർ കോമഡി സിനിമയിലെ അനാമിക എന്ന നായിക. ഈ കഥാപാത്രത്തെ പ്രേക്ഷകർ ഒരിക്കലും മറക്കാൻ ഇടയില്ല. അനിൽ ബാബു കൂട്ടുകെട്ട് സംവിധാനം ചെയ്ത പകൽപ്പൂരം ഇപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടമേറെയുള്ള സിനിമകളിൽ ഒന്നാണ്. എത്ര കണ്ടാലും വീണ്ടും കണ്ടിരിക്കുന്ന സിനിമ. മുകേഷ്, ജഗതി ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ, സലീം കുമാർ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. മികച്ച നർമ്മ മുഹൂർത്തങ്ങളിലൂടെ മുന്നേറിയ ആ ചിത്രം പേടിപ്പെടുന്ന രംഗങ്ങൾക്കൊപ്പം കോമഡികളാലും നിറഞ്ഞതാണ്. ഗൗരിദാസൻ എന്ന നായക കഥാപാത്രത്തിന്റെ നായികയായിരുന്നു അനാമിക. സിനിമയുടെ തുടക്കത്തിൽ ആ കഥാപാത്രങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പിന്നീട് അവർ അടുക്കുന്നുണ്ട്. അനാമിക എന്ന കഥാപാത്രമായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടി കവിത ജോസ് ആയിരുന്നു. കവിത ജോസ് അഭിനയിച്ച ഒരേയൊരു സിനിമയായിരുന്നു പകൽപ്പൂരം. സിനിമയിലെ മറ്റൊരു നായിക ഗീതു മോഹൻദാസ് ആയിരുന്നു. സീമന്തിനി എന്ന കഥാപാത്രമായി ഗീതു മോഹൻദാസും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നതിനാലാണ് കവിത ജോസ് പിന്നീട് സിനിമകളിലൊന്നും അഭിനയിക്കാതെയിരുന്നത്. ചെറുപ്പകാലത്ത് തന്നെ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു കവിത. കഥാരചനാ മത്സരങ്ങളിലൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കവിത ഇപ്പോൾ ഡോക്ടറാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഡോക്ടറായി വളരെ കാലം പ്രവർത്തിച്ചിട്ടുണ്ട് കവിത ജോസ്. ഭർത്താവും ഡോക്ടർ തന്നെയാണ്. പേര് ഡോക്ടർ റോഷൻ ബിജ്ലി എന്നാണ്. എന്നാൽ മലയാള പ്രേക്ഷകർക്ക് പരിചിതമുള്ള നിരവധി കഥാപാത്രങ്ങളായി എത്തിയ നല്ലൊരു അഭിനേതാവ് കൂടിയാണ് ഡോക്ടർ റോഷൻ ബിജ്ലി. ബാലതാരമായിട്ടാണ് റോഷൻ ബിജ്ലി സിനിമയിൽ തുടക്കം കുറിക്കുന്നത്. ഹരിഹരൻ സംവിധാനം ചെയ്ത മലയാളത്തിലെ ക്ലാസിക് ചിത്രം ഒരു വടക്കൻ വീരഗാഥയിൽ സുരേഷ് ഗോപിയുടെ ആരോമൽ ചേകവർ എന്ന കഥാപാത്രത്തിന്റെ ബാല്യകാലം അവതരിപ്പിച്ചിരിക്കുന്നത് റോഷനാണ്. മികച്ച പ്രകടനമായിരുന്നു റോഷൻ ആ ചിത്രത്തിൽ കാഴ്ചവെച്ചത്. എന്നാൽ നടന്റെ ഗംഭീര പ്രകടനം പ്രേക്ഷകർ കണ്ടത് സർഗം എന്ന സിനിമയിലാണ്. ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമയിൽ മനോജ് കെ ജയൻ അവിസ്മരണീയമാക്കിയ കുട്ടൻ തമ്പുരാൻ എന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലമാണ് റോഷൻ ബിജ്ലി അഭിനയിച്ചത്. പാമ്പിനെ പിടിക്കാൻ കയറുന്നതും ജന്നി വരുമ്പോൾ വിറച്ചു വീഴുന്നതും ചാരു കസേരമേൽ ആരെയും കൂസാതെ കിടക്കുന്നതും തന്നെ അടിച്ച വടി വാങ്ങി ടീച്ചറെ തിരിച്ചു തല്ലുകയുമൊക്കെ ചെയ്യുന്ന ബുദ്ധിക്ക് ചെറിയ തകരാറുള്ള കുട്ടൻ തമ്പുരാന്റെ ബാല്യകാലം നടൻ മികച്ചതാക്കുകയും ചെയ്തു. മയൂഖം, ക്ലാസ്മേറ്റ്സ്, ആകാശം തുടങ്ങിയ സിനിമകളിലും പിന്നീട് അഭിനയിച്ചു. ടെലിവിഷൻ ചാനലുകളിൽ നിരവധി ആരോഗ്യ പരിപാടികളും ഡോക്ടർ റോഷൻ ബിജ്ലി അവതരിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ റോഷൻ ബിജ്ലിക്കും ഡോക്ടർ കവിത ജോസിനും 3 കുട്ടികളാണ്. റോഹൻ, റോണിത്, റെയ്സ എന്നിവർ. ഒറ്റ പ്രസവത്തിലാണ് 3 കുട്ടികൾ ജനിച്ചത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.